ഗൈസ്, വെൽക്കം ടു another day in my life. ഇത് എക്സാക്ട്ലി 1 day അല്ല, തലേ ദിവസം രാത്രി മുതൽ ഞാൻ ഷൂട്ട് ചെയ്തു തുടങ്ങി. വീക്കെൻഡ് ആയതുകൊണ്ട് ഞാൻ എന്റെ ടൗണിൽ നിന്ന് ഫ്രണ്ട്സിന്റെ അടുത്തേക്ക് വന്നു. ഞാൻ മാത്രമേ ദൂരെയുള്ളൂ, ഇവരൊക്കെ അടുത്തടുത്തായോണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പോയാൽ മതി. ഈ പ്രാവശ്യത്തെ വരവിന്റെ ഉദ്ദേശം ഒരു ചെറിയ ഓണാഘോഷമാണ്. നമ്മൾ പ്രവാസികൾക്ക് കലണ്ടർ അനുസരിച്ചല്ല ഓണം. എപ്പോഴാണോ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഓഫൊക്കെ കിട്ടി അവൈലബിൾ ആവുന്നത് അപ്പോഴാണ്. അങ്ങനെ ഞങ്ങളുടെ വീക്കെൻഡ് ഇതാണ്. കുറച്ച് നാൾ കാണാതിരുന്നപ്പോഴത്തേക്കും ടുപ്പിടി അങ്ങ് വളർന്നു. എന്നെ നന്നായിട്ട് അറിയാവുന്നവർക്ക് അറിയാം, എനിക്ക് പൂച്ചകളെ ഒട്ടും ഇഷ്ടമില്ല എക്സെപ്റ്റ് ടുപ്പിടി. ഇവള് മാത്രമാണ് എനിക്ക് എടുക്കാനും ഉമ്മ എടുക്കാനൊക്കെ ഇഷ്ടമുള്ളൂ. ഞാനും ലക്ഷ്മിയും ചില്ലിംഗ് ആണ്. ഡയൻ അവിടെ കുക്ക് ചെയ്യുന്നുണ്ട്, ഇവരൊക്കെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ആ പെർഫോമൻസിന് ശേഷം നമുക്ക് ഫുഡ് കിട്ടി, ചപ്പാത്തിയും ചിക്കനും ആയിരുന്നു. എല്ലാവരും ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾക്ക് ഡയനയുടെ പെട്ടിയിൽ കൈയിട്ട് വാരലായിരുന്നു അടുത്ത പരിപാടി. നാട്ടിൽ പോയിട്ട് ഇപ്പൊ അങ്ങ് വന്നേ ഉള്ളൂ. എനിക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ഞാൻ എടുത്തു. ഇതാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ എന്റെ സൺസ്ക്രീൻ. തൽക്കാലത്തേക്ക് അവിടെ നിന്ന് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് നമ്മൾ അപ്പുറത്തേക്ക് പോകാം. ഒരു ഇത്തിരി കുക്കിംഗ് കൂടെ ബാക്കിയുണ്ട്. കൂടുതൽ നേരെ ജോലിയിൽ നിന്ന് വന്നാണ് കേട്ടോ, അതുകൊണ്ടാണ് ഇത്രയും വലിയ ഭാണ്ഡക്കെട്ടൊക്കെ ആയിട്ട് വരുന്നത്. ടൈം ഏകദേശം 12 മണിക്ക് കഴിഞ്ഞു എന്ന് തോന്നുന്നു. എല്ലാരും നല്ല ടയർഡായിരുന്നു. ഇതൊക്കെയാണ് ലക്ഷ്മിയുടെ എന്റർടൈൻമെന്റ്. എന്തായാലും കുക്കിംഗ് ഒക്കെ നാളത്തേക്ക് മാറ്റി വെച്ച് ഞങ്ങൾ എല്ലാരും കയറി കിടന്ന് ഉറങ്ങി. ഞാൻ എന്താ എഴുന്നേറ്റ് വന്നേ ഉള്ളൂ, അപ്പോഴത്തേക്ക് ഇവരുടെ പരിപാടിയൊക്കെ തുടങ്ങിയിരുന്നു. തൊണ്ടയിൽ ചെറിയ കിച്ചൊക്കെ ഉണ്ടായിരുന്നോണ്ട് ചുക്ക് കാപ്പി കുടിക്കാൻ ഇന്നലത്തെ പിട്ടിപുട്ടികളിന്ന് കിട്ടിയതാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് സ്ഥലവും സമയവും ഇല്ലാതിരുന്നുകൊണ്ട് ലക്ഷ്മി ടിമ്മിന്ന് ഓർഡർ ചെയ്തു. ഇതൊക്കെ കഴിഞ്ഞ് എല്ലാവർക്കും റെഡി ആയിട്ട് കൂടെ വേണം. അപ്പോഴേക്ക് യുകെന്ന് ടക്ക വിളിച്ച് എല്ലാവരോടും സംസാരിക്കായിരുന്നു. ഞാൻ ഇംഗ്ലീഷ് മഫിനാണ് കഴിച്ചത്. എന്നിട്ട് നേരെ പോയി കുളിച്ച് ഫ്രഷ് ആയി റെഡി ആവാനായിട്ട്. ഇത് കുടുവിന്റെ പുതിയ സെറ്റപ്പ് ആണ്. എങ്ങനെയുണ്ട്? എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ലൈറ്റിംഗ് ഒക്കെ അടിപൊളിയാണ്. ഞാൻ മുടി എങ്ങനെയെങ്കിലൊക്കെ ഉണക്കി ഹീറ്റ് പ്രൊട്ടക്ടന്റ് ഒക്കെ വെച്ച് മുടി ഒന്ന് സ്ട്രെയിറ്റ് ചെയ്തെടുത്തു. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് കേൾസും കൊടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്കും ബാക്കി എല്ലാവരുടെ വന്നു റെഡി ആവാൻ. ഇനി ഇവിടെ ഫുൾ ഒച്ചപ്പാടും ബഹളവും ഒരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ആയിരിക്കും. ഇന്നത്തെ എന്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഡയാനയാണ്. അവൾ അടിപൊളിയായിട്ട് മേക്കപ്പ് ചെയ്യും. എനിക്കും ഇങ്ങനെ മേക്കപ്പ് ചെയ്യാൻ അറിയാമായിരുന്നെങ്കിൽ എന്ന് ഞാനിങ്ങനെ നോക്കി അഡ്മയർ ചെയ്യുന്ന ഒരാളാണ്. ഇത് ഞാൻ ആദ്യമായിട്ട് മേക്കപ്പ് ചെയ്യുന്നവിടെയാണ്. പിന്നെ നമ്മൾ 4 പേരും ഏകദേശം ഒരേ ഷെയ്ഡ് ആയതുകൊണ്ട് നമുക്ക് എല്ലാ സാധനങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ട് ഷെയർ ചെയ്യാം. സത്യം പറഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നതും മിസ് ചെയ്യുന്നതും ഇതാണ്, ഗെറ്റിംഗ് റെഡി വിത്ത് മൈ ഗേൾസ്. എന്റെ സാരി പ്രീ ഡ്രൈബ്ഡ് ആയിരുന്നു, അതുകൊണ്ട് ഉടുക്കാനായിട്ട് ഭയങ്കര സിമ്പിൾ ആയിരുന്നു. റെഡി ആവുന്നതിന്റെ ഫുൾ വീഡിയോ ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നില്ല, ഒരു ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇതാണ് ഞങ്ങളുടെ 4 പേരുടെയും ഫൈനൽ ലുക്ക്. ഞാൻ ഫോട്ടോസ് ലേറ്റർ ആഡ് ചെയ്യാം വീഡിയോയിൽ. എല്ലാവരും വന്നു, നമ്മളെല്ലാവരും റെഡി ആയി കഴിഞ്ഞു. ഇനി കുറച്ച് നല്ല ഫോട്ടോസ് ഒക്കെ എടുക്കാനായിട്ട് നമ്മൾ മുകളിലേക്ക് പോവാണ്. ബോയ്സും എല്ലാവരും മുണ്ടൊക്കെ കൊടുത്തിട്ടാണ് വന്നിരിക്കുന്നത്. ഞങ്ങൾ എല്ലാവരും സാരിയാണ് കൊടുത്തിരിക്കുന്നതെങ്കിലും 4 വൈബ്. ലക്ഷ്മിയാണ് കൂട്ടത്തില് തനി ഓണത്തിന് വേണ്ടിയിട്ട് റെഡി ആയിരിക്കുന്നത്. ഇപ്പൊ തന്നെ സമയം ഏകദേശം 1 മണിയായിരുന്നു എന്ന് തോന്നുന്നു. നമ്മൾ ഈ റെഡി ആവുന്നതിന്റെയും ഫോട്ടോ എടുക്കുന്നതിന്റെ ഒക്കെ തിരക്കില് ടൈം പോയെന്നും നമുക്കൊക്കെ വിശക്കുന്നുണ്ടെന്നും എന്നുള്ള കാര്യം നമ്മൾ മറക്കുന്നത്. ആദ്യത്തെ ഈ കുറച്ച് ഭാഗത്ത് മുഴുവൻ വോയിസ് ഓവർ ആയിരിക്കും, പക്ഷെ ലേറ്റർ ഫുൾ ഓൺ വോയിസിൽ കലവില ബഹളമായിരിക്കും. മേളിൽ എത്തി കഴിഞ്ഞപ്പോഴാണ് പുറത്ത് എന്തുമാത്രം വെയിലില്ലെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞത്. നല്ല വെയിലായിരുന്നു, നമ്മൾ തിരിച്ച് താഴേക്ക് പോവാണ്. താഴെയാണെങ്കിൽ ഇഷ്ടം പോലെ സ്പേസ് ഉണ്ടായിരുന്നു നമുക്ക് ഫോട്ടോസ് എടുക്കാനായിട്ട്. ഈ ശീമാട്ടിയുടെയും ജയലക്ഷ്മിയുടെയും ഒക്കെ പരസ്യത്തിൽ കാണുന്ന പോലെ കുറച്ച് ഫോട്ടോഷൂട്ട് സീനുകളാണ് ഇനിയുള്ളത്. എത്ര ഫോട്ടോസ് എടുത്താലും വീഡിയോസ് എടുത്താലും നമുക്ക് മതിയാവില്ല. സോ അതിനുവേണ്ടി കുറച്ചധികം ടൈം നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇവരെല്ലാരും ഇവിടെ ബോറടിച്ച് എപ്പോഴാണ് ഫുഡ് കഴിക്കാൻ പോകുന്നത് എന്ന് നോക്കിയിരിക്കുവാണ്. ഫോട്ടോ എടുത്ത് എനിക്ക് വിശക്കുന്ന, അപ്പൊ നമ്മളിതൊരു സദ്യ കഴിച്ചിട്ടില്ല, നമ്മൾ സദ്യ കഴിക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒറിജിനൽ വാഴയില കിട്ടാനായിട്ട് ഇച്ചിരി പാടാണ്, പോരാത്തിന് നല്ല എക്സ്പെൻസീവ് ആണ്. അതുകൊണ്ട് നമ്മൾ പ്ലാസ്റ്റിക് വാഴയിലാണ് ഇപ്രാവശ്യത്തെ സദ്യ. നമ്മൾ സാരി കൊടുത്തിരിക്കുകയായിരുന്നോണ്ട് ആദ്യമേ തന്നെ കയറിയിരുന്നു. ബോയ്സ് എല്ലാവരും വിളമ്പാനായിട്ട് കയറി. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്റെ കയ്യിൽ ചെറിയൊരു ഇഞ്ചറി ആയതുകൊണ്ട് എനിക്ക് ഇപ്രാവശ്യത്തെ ഓണസദ്യ കൈകൊണ്ട് കഴിക്കാൻ പറ്റിയില്ല, ഞാൻ സ്പൂൺ വെച്ചിട്ടാണ് കഴിച്ചതെന്ന് പറഞ്ഞു. ഈ സെലിബ്രേഷൻ ഒരു ഇത്തിരി വൈകിയായിരുന്നത് കൊണ്ട് എന്റെ കൈ അപ്പോഴത്തേക്കും നന്നായിട്ട് ഹീൽ ആയിട്ടുണ്ടായിരുന്നു. ഞാൻ ഇപ്രാവശ്യം കൈ കൊണ്ട് തന്നെയാണ് ഓണസദ്യ കഴിച്ചത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഫ്രണ്ട് ക്യാമറ ഓൺ ചെയ്ത് എന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, കാരണം ഡയന മേക്കപ്പ് ചെയ്തത് എനിക്ക് വല്ലാണ്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു. അങ്ങനെ കറികളെല്ലാം വിളമ്പി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഫുഡ് കഴിച്ചിട്ടായിരിക്കും കാണുക. നമ്മൾ ഭയങ്കര ടയർഡാണ്, അതുകൊണ്ട് കുറച്ചു നേരം വർത്താനൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ കിടന്നു. എങ്ങനെയുണ്ട് ഈ ടോപ്പ്? ഇത് കുടുവിൻ്റെ ആണോ, കുടുവിൻ്റെയാണോ ലക്ഷ്മിയുടെ ആണോ എന്നറിയില്ല, അവരെല്ലാം ഒരു അഡ്ഡയാണ് ഇത്. അവരെല്ലാവരും പുറത്ത് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെയും പോയേക്കാണ്. ഞാൻ ഫോട്ടോസ് ഒരുമാതിരിയൊക്കെ എടുത്തു, പക്ഷേ എനിക്ക് അത്ര നല്ലതെന്ന് പറയുമ്പോൾ ഒന്നും കിട്ടിയില്ല. എന്നാലും എനിക്ക് വയ്യ, സാരി കൊടുത്തിട്ട് ആകെ എന്തോ പോലെയായിരുന്നു. വയറൊക്കെ നിറഞ്ഞ് ചോറൊക്കെ കൊണ്ട് ഞാൻ ഇരിക്കണ കാരണം എന്തോ പോലെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ സാരിയൊക്കെ ഊരി ചുരിദാർ എടുത്തിട്ടതാണ്. അപ്പോഴത്തേക്കും ഭയങ്കരമായിട്ടുണ്ടായിരുന്ന വെയിലൊക്കെ മാറി ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയ നല്ല കാലാവസ്ഥയായിരുന്നു. ചിലപ്പോൾ വരും, വന്നാലും അപ്പൊ നമ്മള് ഫോട്ടോ ബൈ ഗായ്സ്. നമ്മളെല്ലാവരും ഡ്രസ്സൊക്കെ മാറി വേറെ ഔട്ട്ഫിറ്റ് ഇട്ടിട്ട് നമ്മൾ പോകും. ബൈ.
പിന്നെ ഞങ്ങൾ എല്ലാവരും റെഡിയായി ഒന്ന് പുറത്തേക്ക് ഇറങ്ങാന്ന് വിചാരിച്ചു. ഞാൻ ഭയങ്കരമായിട്ട് ചൂടെടുത്ത് വേർതിരിക്കായിരുന്നോണ്ട് മുഖമൊക്കെ ഒന്ന് കഴുകി. എന്നിട്ട് ഇപ്പൊ നമ്മൾ എല്ലാവരോടെ ദുബായ് ചോക്ലേറ്റ് കഴിക്കാനായിട്ട് പോവാണ്. ഞാൻ കുറെ നാളുകളായിട്ട് ഷുഗർ കട്ട് ആയിരുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും നാളെ എന്ന് പറഞ്ഞ നീട്ടി വെച്ചൊരു കാര്യമാണ് ദുബായ് ചോക്ലേറ്റ്. ഫൈനലി ഓണം സീസൺ ആയതുകൊണ്ട് ഞാൻ ഷുഗർ കട്ട് കുറച്ച് നാളത്തേക്ക് മാറ്റി വെച്ചേക്കും. അതുകൊണ്ട് ഈ ഒരു ഗ്യാപ്പില് ദുബായ് ചോക്ലേറ്റും സെറ്റ് ആക്കാന്ന് വിചാരിച്ചു. ഇവർക്കാണെങ്കിൽ ഇവിടെ അടിപൊളി സ്പോട്ട് ഒരെണ്ണം അറിയാന്ന് പറഞ്ഞു. നമ്മൾ അങ്ങോട്ടേക്ക് പോവാണ്. നമ്മള് സമ്മേളനത്തിന് വന്നേക്കാണ്. അതായത് ഇവിടെ ദാ ഇതാണ് നമ്മുടെ മെനു. ഞാൻ ഭയങ്കര പ്രതീക്ഷയിലാണ് വന്നിരിക്കുന്നത്. എനിക്ക് ചോക്ലേറ്റ് ഭയങ്കര ഇഷ്ടമാണ്, പിസ്താഷ്യം ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ഭയങ്കര ഹൈപ്പ് കൊടുത്ത് വെച്ചിരിക്കുന്ന ഒരു സാധനമാണ് ഈ ദുബായ് ചോക്ലേറ്റ്. ഇവരെല്ലാരും ഇതിന് മുന്നേ ഇവിടെ നിന്ന് കഴിച്ചിട്ടുള്ളതായതുകൊണ്ട് ഇവർക്ക് അറിയായിരുന്നു എന്താ വേണ്ടെന്ന്. ഞാൻ തലയാട്ട് മാത്രമേ ചെയ്തുള്ളൂ. അങ്ങനെ ഫൈനലി നമുക്ക് സാധനം കിട്ടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഡയന ചീസ് കേക്ക് ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നതുകൊണ്ട് നമ്മൾ ഈ 9 പേർക്ക് നമ്മൾ ആകെ 3-4 എണ്ണേ ഓർഡർ ചെയ്തിട്ടുള്ളൂ. എന്ത് ഫോട്ടോ എടുത്തിട്ട് കളയത്തില്ല, എന്തിനാ കളയണോ? എന്റെ എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്തില്ല, എന്നാലും എനിക്ക് ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്തു. കുറേ നാളത്തെ ചോക്ലേറ്റ് കഴിച്ചായിരുന്നോണ്ട് എനിക്ക് ഭയങ്കര സ്വീറ്റ് ആയിട്ടാണ് തോന്നുന്നത്. വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന രാഹുലിനെ നിർബന്ധിച്ച് കഴിപ്പിച്ചിട്ട് അവനതൊന്ന് താഴേക്ക് ഇറക്കാനായിട്ട് കഷ്ടപ്പെടുന്നതാണ് കാണുന്നത്. അവനും ചോക്ലേറ്റ് ഒന്നും കഴിക്കില്ലാത്ത ആളാണ്. ആൻഡ് നമ്മൾ വിന്നിപെഗിലുള്ള ബാക്കിൽ കണ്ടോ ക്രീമി കേക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കടയിൽ നിന്നാണ് നമ്മൾ സാധനം വാങ്ങിയിരുന്ന ചീസ് കേക്കും അടിപൊളിയായിരുന്നു. അവിടെ നിന്ന് നേരെ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് തിരിച്ചു. നമ്മൾ ചുമ്മാ നടക്കാനായിട്ട് ഒരു മൊട്ടക്കുന്നിലേക്കാണ് പോയത്. ഞങ്ങൾ പണ്ട് സ്റ്റുഡൻസ് ആയിരുന്നപ്പം 2019 ഇവിടെ വന്നിട്ടുണ്ട്. സൺസെറ്റിന്റെ ടൈം ഒക്കെ ആയിട്ട് ആകെ മൊത്തം കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരുടെ വർത്താനൊക്കെ പറഞ്ഞ് പയ്യെ മൊട്ടക്കുന്നൊക്കെ കയറി മുകളിലെത്തി. നോക്കിയപ്പോ മുകളില് ഒരു കവറില് ഫുള്ള് മൊട്ട. വല്ല കൂടുതലാണെന്ന് ദൈവത്തിന് മാത്രം അറിയാം. ചീഞ്ഞു പോയ മുട്ടയായിരിക്കോടാ. അയ്യോ, അവനത് പൊട്ടിച്ച്. ഞാൻ നോക്കിയപ്പോ ഒരാളവിടെ ആരും കാണാതിരുന്ന് അതൊന്ന് ഊതി പറപ്പിക്കാൻ നോക്കാണ്. നല്ല രസമുണ്ട് സൺലൈറ്റ് ഒക്കെ വന്നിട്ട്. നല്ല ഭംഗിയുണ്ട്. ഞങ്ങൾ നോക്കിയപ്പോ 2 എണ്ണങ്ങളും മലയൊക്കെ ഇറങ്ങി അങ്ങ് ദൂരേക്ക് നടന്നു പോകുന്നു. കൂട്ടത്തിൽ നടക്കാനായിട്ട് ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ളത് ഈ 2 എണ്ണങ്ങൾക്കാണ്. അതുകൊണ്ട് ഏതേലൊക്കെ വഴി കറങ്ങി തിരിഞ്ഞിട്ടാണെങ്കിലും കറക്റ്റ് സമയത്ത് തിരിച്ചെത്തിക്കോളും. വീണ്ടും നമ്മൾ കുറച്ച് നല്ല ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. എന്നിട്ട് പയ്യെ ആ മുട്ടക്കൊന്ന് ഇറങ്ങിപ്പോയി. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകുവാണ്. ഈ ഒരു ബിൽഡിംഗ് കാണാനായിട്ട് നല്ല ഭംഗിയില്ല. ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് ഫോക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലത്താണ് കേട്ടോ. വിന്നിപെഗിലെ മെയിൻ ടൂറിസ്റ്റ് അട്രാക്ഷൻസിൽ ഒന്ന് തന്നെയാണ് നാട് റോഡിൽ ഒരു ട്രെയിൻ കൊണ്ടുപോയിട്ടുണ്ട്. ഇവിടെ ഈ ഒരു ഫാമേഴ്സ് മാർക്കറ്റ് കാണാനായിട്ട് നല്ല ഭംഗിയാണ്. വീക്കെൻഡ് ആയതുകൊണ്ട് മിക്കവാറും അകത്ത് നല്ല തിരക്കായിരിക്കും. ബാക്കിയുള്ളവർ വേറെ വണ്ടിയിലാണ് കഴിച്ചത്. അപ്പൊ നമ്മൾ അവര് വരാൻ വേണ്ടിട്ട് നമ്മളെ വെയിറ്റ് ചെയ്യുവാണ്. കുറച്ച് കടകളൊക്കെ സൈഡിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കുറെ കടകളുണ്ട്, റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, കോഫി ഷോപ്പുകളുണ്ട്, സ്റ്റേഷനറി ഐറ്റംസ് ഉണ്ട്. അങ്ങനെ കുറെ കടകളകത്തുണ്ട്. നമ്മൾ എല്ലാ കടകളിലേക്കും ഒന്നും പോകുന്നില്ല. ഇഷ്ടപ്പെട്ട കുറച്ച് കടകളൊക്കെ ഞാൻ കയറി കാണിച്ചു തരാം. ഞാൻ പറഞ്ഞ പോലെ തന്നെ നല്ല തിരക്കാണ്, സീറ്റുകളൊക്കെ ഫില്ലാണ്. നമ്മൾ നേരെ മുകളത്തെ ഫ്ലോറിലേക്ക് പോവാണ്. യൂണിഫോം ഒക്കെ ഇട്ട് വന്നേക്ക് വന്നാല് പെണ്ണുങ്ങള്. എന്താ പറ്റി പറഞ്ഞേ? വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എന്റെ മുടി ഞാൻ നിക്കണം കാണിച്ചു തരാം. ഓ, ഇനി എന്തോ ഒരു നേരം വെയിറ്റ് ചെയ്താലോ ഗൈസ്, ആ സാധനം മാറും. ഇവിടെ നിന്ന് ഇങ്ങനെ താഴേക്ക് നോക്കി നിൽക്കാനൊക്കെ നല്ല രസമാണ്. കുഞ്ഞു കുഞ്ഞു ബാൽക്കണി പോലെയൊക്കെ കണ്ടോ? എല്ലാ ബാൽക്കണിയിലും ഇതുപോലെ ആളുകളൊക്കെ താഴേക്ക് നോക്കി നിൽക്കുന്നുണ്ട്. പിന്നെ നമ്മളൊരു ബുക്ക് സ്റ്റോറിലേക്ക് നടന്നു. നമ്മുടെ കൂട്ടത്തില് വായനാശീലുള്ള കുറെ പേരുണ്ട്. അതുകൊണ്ട് എല്ലാവരും അവിടെ എവിടെയൊക്കെ പോയി ഓരോ ബുക്കുകൾ തപ്പി നടക്കുമായിരുന്നു. എത്രയാണ്? 78 $100 സെറ്റ്. എടി മേ ബി അവര് ഇത് ചെയ്ത് കൈകൊണ്ട് ചെയ്യുന്നല്ലേ എടി, അപ്പൊ പിന്നെ അത്രയും പ്രൈസ് ഉണ്ടാവത്തില്ലേ ഇതിനൊക്കെ? അങ്ങനെയൊക്കെ വിചാരിക്കുന്നു. $16. അതൊക്കെ ഇച്ചിരി ഓവറാ, എന്നാലും സാരമില്ല.
പിന്നെ അവിടെ ഓരോ മൂലയിലും പോയി ഓരോ സാധനങ്ങൾ നോക്കലായിരുന്നു. ഈ മിനിയേച്ചർ സാധനങ്ങളൊക്കെ കാണാനായിട്ട് നല്ല ക്യൂട്ടായിട്ട്, ഇതൊക്കെ കാണുമ്പോൾ വാങ്ങണം എന്ന് തോന്നും. പക്ഷെ ഒന്നാമത്തെ കാര്യം നമുക്ക് ഇതിനൊന്നും ആവശ്യമില്ല. രണ്ടാമത്തെ കാര്യം ഇതിന്റെ റേറ്റ് ഒക്കെ കാണുമ്പോൾ തന്നെ കിളി പറഞ്ഞോളൂ. എസ്പെഷ്യലി ഹാൻഡ് ക്രാഫ്റ്റഡ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തായാലും നല്ല റേറ്റ് ഉണ്ടാവും. എന്താ ഇവിടെ ഇവക്കുള്ള മണോ അത്? അവിടെ ഓപ്പുകളൊക്കെ കൊള്ളാലോ, നല്ല രസമല്ലേ. പക്ഷെ മിനിമം ഒരു $100 ആയിരിക്കും. ചുമ്മാ മുത്തും വെള്ളമൊക്കെ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും. $88 ഈ സാധനത്തിന്. $89. അവിടെ കുറച്ച് ഇതും കൊള്ളാം. പക്ഷേ നന്നായിട്ട് മാത്രം കാര്യമില്ല. ഇത്രയും റേറ്റുള്ള സാധനങ്ങൾ ഞാൻ വാങ്ങാറില്ല. ഈ കണ്ണാടി ഇനി നമുക്ക് വിൽക്കാൻ വെച്ചേക്കുന്നതാണോ? ഞാൻ ഈ കണ്ണാടി കുറച്ചായി നോക്കുന്നു. ഏത് അതാരാ? അത് ആരടാ അത്? കള്ളൻ ഗൈസ്, ഇതിന്റെ ഡ്യൂപ്പ് ഇറങ്ങിയിട്ടുണ്ട്. എല്ലാം എങ്ങനെ വരികയല്ലോ ചേച്ചി? എല്ലാവരുടെയും വീഡിയോ ഞാനെടുക്കും, എന്റെ വീഡിയോയും ഞാനെടുക്കും. കഥ എന്താണെന്നറിയോ? അപ്പൊ ഈ ഒരു മറ്റേ ഇതെന്ത് സാധനമാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഇവിടെ എന്തോ ചെയ്യുന്നുണ്ട് അവര്. ബൈ ബൈ ബൈ. അത് കൊള്ളാം. ഇവർ ഈ സാധനം അടച്ചിട്ടിരിക്കുകയാണ് ഗൈസ്. യൂഷ്വലി ഇത് തുറന്നാണ് ഇടാറ്, പക്ഷെ അടച്ചിട്ടേക്കും. നമ്മളിപ്പോ കണ്ട ഫാമേഴ്സ് മാർക്കറ്റിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ സൈഡിലുള്ള പുഴയിലേക്ക് നടക്കുകയാണ്. ചുറ്റിക്കറങ്ങി നടക്കാനായിട്ട് ഒരു ഇത്തിരി പോകുന്ന വഴിയും നല്ല ഭംഗിയാണ്. ലൈറ്റ്സ് ഒക്കെ ഇട്ടിട്ട് അതിന് നല്ല ബിസി ടൈമും ആണ്. രാവിലെ തൊട്ട് വർക്കിംഗ് ആയിരുന്നത് കൊണ്ട് എന്റെ ഫോൺ പയ്യെ പണി മുടക്കി. 2% ചാർജിലാണ് ഞാൻ ബാക്കി ഇത്രയും ഓടിച്ചെത്തിയത്. ഒരു കുഞ്ഞു കാറ്റൊക്കെ ആയിട്ട് ഔട്ട്ഡോർ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ അടിപൊളി വരും. ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം ഫുഡ് അടി ആയിരുന്നു. എവിടെ നിന്ന് കഴിക്കണം എന്നുള്ളതിന് 9 പേർക്കും 9 അഭിപ്രായമായിരുന്നു. സാധനം എന്നത്തെയും പോലെ നമ്മൾ കറങ്ങി തിരിഞ്ഞ് ഇന്ത്യൻ ഫുഡിൽ തന്നെ. ഇതിന്റെ ടൈം കുറച്ച് വൈകിയിരുന്നത് കൊണ്ട് ഓപ്പൺ ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ്സിന്റെ എണ്ണം ഭയങ്കര കുറവായിരുന്നു. എന്റെ ഈ നിൽക്കുന്നത് സാക്ഷാൽ മഹാത്മാഗാന്ധിയാണ്. ഞാൻ ഫ്ലാഷ് ഓണാക്കി കാണിച്ചു തരാം. മഴ പെയ്തതുകൊണ്ട് ഫുള്ള് വെള്ളമായി കിടക്കുന്നതാണ്. ഇത് നമ്മുടെ കാനഡയിൽ വിന്നിപ്പെഗിലുള്ളതാണ് മഹാത്മാഗാന്ധിയുടെ ഈ ഒരു സ്റ്റാച്ചു. കണ്ണട വെച്ചിട്ടില്ല എന്നൊരു പ്രശ്നം മാത്രമേ ഞാൻ ഇതിൽ കണ്ടു. ഇങ്ങനെ വന്നതാണ്, ആര് വെച്ചതാണ്, എന്തിനു വെച്ചതാണ് എന്നുള്ളതിന്റെ ഡീറ്റെയിൽസ് ഒക്കെയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ട്രെയിനിന്റെ അകത്തേക്ക് കയറാൻ പറ്റില്ല കേട്ടോ. പക്ഷെ സൈഡിലും പിന്നെ ഈ ഒരു വാതിക്കൊക്കെ കയറി നിന്നിട്ട് ഫോട്ടോസ് എടുക്കാനായിട്ട് പറ്റും. ആവശ്യത്തിലധികം ഫോട്ടോസും വീഡിയോസ് ഒക്കെ എടുത്തത് കൊണ്ട് നമ്മൾ തൽക്കാലം വെറുതെ വിട്ടിരിക്കും. പിന്നെ നമ്മൾ നേരെ ദേശി സ്വാഗ് എന്ന് പറഞ്ഞിട്ട് ഒരു നോർത്ത് ഇന്ത്യൻ റെസ്റ്റോറന്റിലേക്ക് തിരിച്ചു. ഇതൊരു പഞ്ചാബി റെസ്റ്റോറന്റ് ആണ് കേട്ടോ. ബാക്ക്ഗ്രൗണ്ടിൽ അവരുടെ പാട്ടൊക്കെ ഹൈ വോളിയത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തോരം ടൈം എടുത്ത് മെനു ഒക്കെ നോക്കി വന്നാലും ലാസ്റ്റ് ഓർഡർ ചെയ്യാൻ പോകുന്നത് അത് ചിക്കൻ ബിരിയാണി. ഞാൻ ഇവിടെ 12 മണിയാവുന്നതിന് മുന്നേ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാനായിട്ട് നോക്കും. അങ്ങനെ നമ്മളെല്ലാരും കൂടെ ഒറ്റ സ്വരത്തിൽ ബിരിയാണി ഓർഡർ ചെയ്തു. പല പല ടൈപ്പ് ആയിരുന്നു കേട്ടോ. ലാമ്പും ഉണ്ടായിരുന്നു, ചിക്കനും ഉണ്ടായിരുന്നു. ആദ്യം വെച്ച കുറച്ച് പാട്ടുകളൊക്കെ നമ്മളുടെ ഒരു വൈബിന് പറ്റിയതല്ലായിരുന്നു. ജസ്റ്റ് ഒക്കെ അവിടെ മുഖം ചുളിച്ച് നോക്കിയിരിക്കുന്നുണ്ട്. പക്ഷെ പിന്നെ അവര് കുറച്ച് നല്ല സോങ്ങുകളൊക്കെ എടുത്തു. പിന്നെ എന്റെ ചന്ന് പഞ്ചാബി ആയതുകൊണ്ട് അത്യാവശ്യം കുറച്ച് നല്ല പഞ്ചാബി സോങ്സ് ഒക്കെ എനിക്കറിയാം. വന്നപ്പോ ഉള്ള വിശപ്പ് കൊണ്ട് ബിരിയാണി കിട്ടിയപ്പോൾ ഉള്ള ഫോട്ടോസും വീഡിയോസും ഒന്നും എടുക്കാൻ പറ്റിയില്ല. നമ്മളെല്ലാ നോർത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സിൽ നിന്നും കിട്ടുന്ന ആ സെയിം ബിരിയാണി തന്നെയാണ്. നമ്മൾ പേ ചെയ്യാനായിട്ട് ഫ്രണ്ടിലേക്ക് പോയപ്പോഴാണ് ഇവിടെ ഈ കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ കാണുന്നത്. കാണാനൊരു ഭംഗിയൊക്കെ ഉണ്ട്. ഇത് കയറി വരുമ്പോൾ ഉള്ള ഒരു സ്പോട്ടാണ് കേട്ടോ. ഫോട്ടോസ് ഒക്കെ എടുക്കാനായിട്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇനിയിപ്പോ നമ്മൾ നേരെ വീട്ടിലേക്ക് തിരിക്കുകയാണ്. ഇന്നത്തെ ഒരു ലോങ് ഡേ ഫുൾ ഓഫ് ഇവന്റ്സ് എല്ലാം കഴിഞ്ഞു. സമയം എന്തായാലും 12 മണി കഴിഞ്ഞിട്ടുണ്ടാവായിരിക്കും. ഗായ്സ്, അപ്പൊ ഇന്നത്തെ അപ്പൊ നമ്മൾ ഇന്നത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞു. ഉറങ്ങാൻ പോകണം. എനിക്ക് ഇനി മുഖമൊക്കെ കഴിക്കുമെന്ന് കുളിച്ചിട്ട് വേണം ഉറങ്ങാനായിട്ട്. അപ്പൊ ഇന്ന് നമ്മുടെ പരിപാടി കഴിഞ്ഞു. അപ്പൊ എല്ലാവർക്കും ബൈ ടാറ്റാ. ബൈ.